ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരു ഏകദേശം 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ എണീക്കാൻ നോക്കും. ജോലിയുടെ ഒരു വ്യാപ്തി അനുസരിച്ച് സമയം മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ എണീറ്റ് വന്ന ഉടനെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ഞാൻ എടുത്ത് വെക്കും കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇന്ന് തലേന്നത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കണം. പിന്നെ എന്തോ ഉണ്ടെങ്കിലും രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല കേട്ടോ. ഇനി എത്രയൊക്കെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാലും ചായ കുടിച്ചേ പറ്റൂ, മസ്റ്റാണ്. എനിക്ക് വൈകിട്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഒരു ചായ കുടിക്കുന്നത് ഭയങ്കര നിർബന്ധം കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ അങ്ങോട്ട് ഗ്യാസിലോട്ട് വെച്ചു. പിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണിത്. തലേന്നത്തെ പാത്രമൊക്കെ കഴുകിയതൊന്ന് എടുത്ത് വയ്ക്കണം. പിന്നെന്താ ഇനിയുള്ളത്, കുറച്ച് ഇന്നലെ പുട്ടുണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ട് കൊണ്ട് കുറച്ച് മാവ് അധികം വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. തേയിലയും പഞ്ചസാര ഇട്ട് കൊടുത്തു. ചായക്കട എല്ലാവർക്കും അറിയാമല്ലോ, ഇത് സ്ഥിരം പറയുന്നതാണ്. പിന്നെ ചായ കുടി കഴിഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്കും 6 മണിയായി. അതായത് മോനും ഞാനും ആയിരിക്കും ആദ്യം എണീക്കുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് പോയി കുറച്ചേരം ഇരിക്കും. അയാൾ പഠിക്കുന്നതൊക്കെ നോക്കിയും ചായ കുടിയും കുറച്ച് സംസാരമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കും. കുക്കറിലായപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത്. അതിലോട്ട് ഞാൻ വിചാരിച്ചു പുട്ടും കൂടെ അതിൽ തന്നെ ആക്കുമ്പം ഓക്കെ ആവുമല്ലോ. ചിരട്ടപ്പുട്ടാണ്, ഇതത് സ്റ്റീൽ ചിരട്ടപ്പുട്ട്. അങ്ങനെ പിന്നെ അടുത്തുള്ളത് ഇനി മോര് കറി ഇരിപ്പുണ്ട്, മീൻ കറിയും ഉണ്ട്. അപ്പോൾ ഇനി ഒഴിക്കാൻ തോരൻ വെച്ചാൽ മതി കേട്ടോ. തോരൻ ഞാൻ വെച്ചേക്കുന്നത് കോവയ്ക്ക കേട്ടോ. ഇത് കോവയ്ക്ക തലേന്ന് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ കോവയ്ക്ക, പയർ ഇതൊക്കെ വാങ്ങിക്കുമ്പം ഒരുമിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞങ്ങ് വെക്കും. അപ്പോൾ പിന്നെ കൂടെ എടുത്ത് അരിഞ്ഞ് സമയം കളയണ്ടല്ലോ. പിന്നെ പുട്ടിന് നനച്ചതിൻ്റെ ബാക്കിക്ക് കുറച്ചും കൂടെ ഞാൻ പുട്ടെടുത്തിട്ടുണ്ട്, അതും കൂടെ നനയ്ക്കുക കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഇവിടെ പുട്ടായിരിക്കും. കാരണം പറമ്പിൽ അത്യാവശ്യം നമുക്ക് വാഴയും പഴവും ഒക്കെ ഉണ്ട്, വാഴപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. ആ വാഴ അതുകൊണ്ട് മിക്കവാറും പഴം കാണും. അത് കഴിഞ്ഞിട്ട് ഇനി ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി ഇപ്പം സാധാരണ നോർമൽ ചമ്മന്തി കേട്ടോ, എന്നും വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്. അവസാനം തേങ്ങയൊക്കെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും സാധാ ചമ്മന്തി ആയിരിക്കും. തോരനൊക്കെ റെഡിയായി. അപ്പം മീൻ കറിയായി, തോരനായി, നമുക്ക് മോര് കാച്ചി ഇരിപ്പുണ്ട്, ചമ്മന്തിയായി. പിന്നുള്ളത് ഇനി മീൻ വറുക്കണം. ഇവിടെ ആൾ പറയുന്നത് സ്ക്വയർ മീൻ, അതായത് ചൂര വറുക്കുന്നതിന് കേട്ടോ. കുട്ടികൾക്കുള്ള കുപ്പിയൊക്കെ കഴുകി അതിൽ വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ജഗ്ഗിലും കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചു. മിക്കവാറും തലേന്ന് രാത്രി തന്നെ വെള്ളം തിളപ്പിച്ചിടും, രാവിലെ ആകുമ്പോഴത്തേക്കും തണുത്തിരിക്കുമ്പോഴത്തേക്കും കുപ്പിയിൽ ഒഴിക്കാമല്ലോ. മീൻ 2 വശമൊക്കെ ഏകദേശം ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഏകദേശം റെഡിയായി. ഇനി സ്ക്വയർ മീനാണോ എന്നാണ് എത്തി നോക്കുന്നത്. പിന്നെ ചോറ് തിളപ്പിച്ചിറക്കി വെച്ചത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റണം. പിന്നെ ഉള്ളത് ഇനി മോൾക്ക് കഞ്ഞി മതി, പുട്ട് അത്ര അങ്ങോട്ട് ഒക്കത്തില്ല കേട്ടോ. പിന്നെ TV ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കഞ്ഞി കുടിക്കട്ടെ. അയാൾ പിന്നെ ബാക്കി കഞ്ഞി തന്നെ കുടിച്ചോളാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അയാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോരുന്നു. ഇനി തന്നിരുന്ന് കുടിക്കട്ടെ കേട്ടോ. പിന്നെ പറ്റിയും പുട്ടൊക്കെ പുഴുങ്ങിയെടുക്കാം. മോനും എനിക്കും അണ്ണനുള്ള പുട്ട് ഞാൻ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ കഴിക്കാൻ വന്നിട്ടുണ്ട്. ചൂടോടെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. ഇതാണ് എൻ്റെ സ്റ്റീൽ ചിരട്ടപ്പുട്ട്, അത് കുക്കറിലോട്ടാട്ടെ വയ്ക്കുന്നത്.
അങ്ങനെ എപ്പോഴൊന്നും എന്നെ ഒരുക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ, വല്ലപ്പോഴേ കിട്ടും. അപ്പം ഒരുക്കാൻ കിട്ടുമ്പം ഞാൻ നന്നായിട്ടങ്ങ് ഒരുക്കിയും വിടും. അങ്ങനെ കണ്ണൊഴുക്കെ എഴുതി കൊടുത്ത് അയാൾ പോയി. എന്നിവിടെ പാൽ വാങ്ങിക്കത്തില്ല കേട്ടോ, 2 ദിവസത്തിലൊരിക്കലേ പാൽ വാങ്ങിക്കത്തുള്ളൂ. അപ്പം പിന്നെ എന്തിയെ പാലെന്തിയെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പോയി ആൾ. പിന്നെ അപ്പോഴത്തേക്കും ചോറൊക്കെ വിളമ്പി അയാളൊക്കെ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് പാക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചു, അയാളെ റെഡിയാക്കി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് അയാളെയും കൊണ്ട് എന്ന് വെച്ചാൽ മോളെയും കൊണ്ട് സ്കൂളിലാക്കണം. അപ്പം ഞാനും പോയി റെഡിയായിട്ട് വരട്ടെ, അവർക്ക് ഫുഡ് കഴിക്കട്ടെ. ഇപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.